കാഴ്ചക്കാർക്കെന്നും മലമ്പുഴയുടെ ചാരുത ആസ്വാദകരുടെ മുന്നിൽ ഇതുവരെ പിശുക്ക് കാണിച്ചിട്ടേയില്ല. ഇന്ന് മലമ്പുഴയുടെ ഉദ്യാനം ഉണർന്നതുതന്നെ അതിവിചിത്രമായ ഒരു ദൗത്യവുമായിട്ടായിരുന്നു. ഭൂമിയിലെ ജീവിതം ഒരു സുന്ദര നിയോഗമാവുമ്പോൾ ആ സുന്ദരത എല്ലാവരിലേക്കും എത്താറില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാവണം പാലക്കാട് ജനമൈത്രി പോലീസ് ആസ്വാദനത്തിൻ്റെ അവസാന വാക്കായ മലമ്പുഴയുടെ ഉദ്യാനത്തിലേക്ക് തന്നെ അവരെ എത്തിച്ചത്. ഇത്തരക്കാർക്കെന്നും താങ്ങായി തണലായി ജനമൈത്രി പോലീസ് നിലകൊള്ളുന്നു എന്നതിലൂടെ അവർക്കത് ഒരിക്കലും മായാത്ത അനുഭവവുമാക്കാനാവുന്നു. കേരള പോലീസിൻ്റെ പൊതുജനങ്ങളും പോലീസും ഒന്നാണെന്നുള്ളൊരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജനമൈത്രി പോലീസ്, ജനങ്ങളും പോലീസും ഒന്നാണെന്നുള്ള സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ ജനമൈത്രി പാലക്കാട് നടത്തുന്ന ഒരു പരിപാടിയാണത്. ഇതിൽ വയോജനങ്ങളും അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആളുകളായിട്ടുള്ള ആളുകളെ ഒരു നേരമെങ്കിലും അവർക്കൊരു മാനസിക സന്തോഷം ഉണ്ടാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നടത്തുന്നൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. തുടർന്നുള്ള പല സ്ഥലങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നേരത്തെ ഉള്ള ഭിന്നശേഷി വയോജന കേന്ദ്രത്തിൽ നിന്നുള്ള 27 പേരും, അതുപോലെ തന്നെ കരിമ്പ കല്ലടിക്കോട് അവിടെയുള്ളൊരു ആകാശപ്പറവ് എന്നുള്ള കേന്ദ്രത്തിലുള്ള 50 പേരും ഉൾപ്പെടെ ആളുകളെയാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് അതിൻ്റെ പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് പാലക്കാട് ജില്ലാ ജനമൈത്രിയുടെയും അതുപോലെ തന്നെ അതിൻ്റെക്കാളുപരി നമ്മൾക്ക് നേതൃത്വം നൽകുന്നത് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് IPS. അദ്ദേഹത്തിൻ്റെ പ്രത്യേക നിർദ്ദേശാനുസരണം വയോജനങ്ങൾക്ക് ഒരു ടൂറോ മറ്റു കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലാ ജനമൈത്രി നോഡൽ ഓഫീസറായിട്ടുള്ള ആർ മനോജ് കുമാർ IPS DYSP സാറ് എൻ്റെ ഒരു താല്പര്യത്തോടു കൂടി നമ്മൾ നടത്തുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇതിൽ പല പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ മറ്റുള്ള പ്രതിനിധികളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ രാവിലെ അവിടെ പൂന്നേരത്ത് നിന്ന് അവിടുത്തെ ISHO ഫ്ലാഗ് ഓഫ് ചെയ്തു. അതുപോലെ തന്നെ കല്ലടിക്കോട് അവിടുത്തെ ISHOയും ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് ഇവരെ എല്ലാം സ്വീകരിച്ചത് നമ്മുടെ നാർക്കോട്ടിക്സിൽ DYSP ആയിട്ടുള്ള ജില്ലാ ജനമൈത്രിയുടെ നോഡൽ ഓഫീസറുമായിട്ടുള്ള മനോജ് കുമാർ സാറാണ്. അദ്ദേഹം ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. കുറച്ച് വരും. എന്തായാലും ഇവരെ ഈ സമയം കൊണ്ട് തന്നെ മാനസിക സന്തോഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ SPCയിലെ 20 കുട്ടികൾ വന്നിട്ടുണ്ട്. മലമ്പുഴ സ്കൂളിലെ അവിടുത്തെ മാഷും ടീച്ചറും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ, പിന്നെ നമ്മുടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇവരെല്ലാം കൂടി നിന്നുകൊണ്ട് ഇവർക്കൊരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 4 മണി മുതൽ വരെ ജനമൈത്രി ഗാനക സംഘത്തിൻ്റെ പോലീസുകാർ നടത്തുന്ന ഒരു കരോക്കെ ഗാനമേളയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഈ പരിപാടിയിൽ നിങ്ങൾ വന്ന് ഞങ്ങളോടൊപ്പം നിന്നതിലും വളരെയധികം ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ഇത്തരം കാര്യങ്ങൾ പോലീസ് പല കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇത്തരം നടത്തുന്ന കാര്യങ്ങൾ ഒരിക്കലും പുറത്ത് വരാറില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കൊരു ദുഃഖത്തോടു കൂടിയുള്ള സന്തോഷമാണ്. എന്നാലും പോലീസ് കേരളത്തിന് മാത്രം ഈ ജനമൈത്രി എന്നുള്ളൊരു പോലീസ് കോൺസെപ്റ്റ് അതൊരു ജനങ്ങളും പോലീസും തമ്മിൽ അടുത്ത് ഇടപഴകാനുള്ള ഒരു സാഹചര്യം കേരളത്തിന് മാത്രമേ ഉള്ളൂ. ഇത്രത്തോളം സാഹചര്യങ്ങൾ ഇത് ഇങ്ങനെയൊരു കാര്യങ്ങൾ
ശരിക്കും പറയുകയാണെങ്കിൽ പോലീസിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം കൽപ്പാത്തി തേരിനോടനുബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. അതേസമയത്ത് ഈ പ്രാവശ്യത്തെ സ്റ്റാളിൽ നമ്മൾ കൂടുതലായി കൊണ്ടുവന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ആർക്കും പാടാം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെയും അതുപോലെ തന്നെ സൈബറിൻ്റെ അവയർനെസ്സുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാള് ഇതെല്ലാം പോസ്റ്ററുകളെല്ലാം നമ്മൾ വെച്ചിരുന്നു. എന്നിരുന്നാലും ഇതിനെ കൂടുതൽ നമുക്ക് ആർക്കും പാടാമെന്നുള്ള പരിപാടികളുടെ ഭാഗമായിട്ട് 3 വയസ്സ് മുതൽ 82 വയസ്സ് വരെയുള്ള 418 പേര് അതിൽ പാടി എന്നുള്ളതാണ്. അത് മാത്രമല്ല, അതിൽ ഏറ്റവും വലിയൊരു പറഞ്ഞു കഴിഞ്ഞാൽ 82 വയസ്സായിട്ടുള്ള ഒരു അമ്മ പാടുന്ന സമയത്ത് ഭർത്താവിന് അറിയില്ലായിരുന്നു ഇവരെത്രത്തോളം പാടുമെന്നുള്ളത്. അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യം. ഞങ്ങൾക്ക് ഒരു 10,000-ഓളം ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നതിനാലും ഈ 418 പേരെ ഇതിൽ പാട്ട് പാടാൻ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ ആളുകളെല്ലാം ക്യൂ നിന്നുകൊണ്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് പലരും പാട്ട് പാടി പോയെന്നുള്ളതാണ്. നമ്മൾ ചെറിയ കുട്ടികൾക്ക് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. എന്നിരുന്നാലും നമ്മൾ അടുത്ത വർഷം ഉണ്ടാവുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ SP സാറായിരുന്നു. അതുപോലെ ഇതിന്റെ ഫണ്ടിങ് പോലീസിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഫണ്ടൊന്നുമില്ല. എന്നിരുന്നാലും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പ്ലാൻ ഫണ്ടിൽ നിന്നും ജനമൈത്രി വയോജനങ്ങളുടെ സന്തോഷവും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി വെൽഫെയറിൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെറിയൊരു ഫണ്ട് നമുക്ക് തരുന്നുണ്ട്. അതും അതാത് ശേഷം പരിധിയിലുള്ള SHOമാരുടെയും മറ്റുള്ള അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവരെ കൊണ്ടുവരാൻ സഹായിച്ചത് കരിമ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, കരടിക്കോട് നിന്ന് കൊണ്ടുവന്ന് അവിടുത്തെ 2 സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടു കൂടിയിട്ട് അവർ നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്താണ് ചെയ്തത്. അപ്പോൾ അത്തരം രീതിയിലൊക്കെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം, അത് നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്നതിൻ്റെ മെയിൻ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഭാവിയിൽ ഒരു ഇതുണ്ടാവട്ടെ, നമ്മുടെ പാരൻസിനെ ഇങ്ങനെ വഴിയിൽ വലിച്ചെറിയുന്നവരെ അവർ സ്വാതന്ത്ര്യം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതുപോലുള്ള ഈ പ്രവർത്തനങ്ങൾ ഇനി തുടരട്ടെ. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള എന്തെങ്കിലും ഒരു ലീഡ് നിങ്ങൾക്ക് എങ്ങനെയാണ്? നമ്മുടെ അവിടുത്തെ മക്കള് എല്ലാവരും തന്നെ എപ്പോഴും ഉള്ളിലായിരിക്കും. അവർക്ക് അങ്ങനെ പുറത്തു പോകാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. പിന്നെ നമ്മൾ അവരെ പുറത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ വളരെയധികം പരിമിതികളുണ്ട്. അപ്പോഴാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊരു നമുക്ക് ഒരു ക്ഷണം വന്നത്. അപ്പോൾ നമ്മുടെ ഡയറക്ടർ അച്ഛൻ അത് അപ്പോൾ തന്നെ അതിനെപ്പറ്റി ആലോചിക്കുകയും അവർക്കൊരു അവസരം തുറന്നു കൊടുക്കാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ അവരുടെ പോലീസുകാരുടെ അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടറിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ല. കുറച്ച് പേരൊക്കെ ബെഡ് റിഡൻ ആയിട്ടുള്ള ഇൻമേറ്റ്സ് ഉണ്ട്, അവരെയൊന്നും ഇങ്ങോട്ട് എത്തിക്കാനായില്ല. പക്ഷേ ഏകദേശം നടക്കാൻ പറ്റുന്ന എല്ലാവരെയും തന്നെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവര് പൂ കൊടുത്ത് ഇവരെല്ലാവരെയും സ്വീകരിച്ചു. അതുപോലെ തന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്യുന്നത്. ഞങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഞങ്ങളൊക്കെ കൂടുതലായിട്ട് അവരാണ് എല്ലാം അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം ഇവരെ സംബന്ധിച്ചത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ പുറത്തു പോകാനും കുറച്ച് മറ്റുള്ളവരെ കാണാനും, ഇവരെ കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ടെങ്കിലും പുറത്തു പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇത് ഇവരെ സംബന്ധിച്ച് വലിയൊരു സന്തോഷത്തിന്റെ കാരണം. എല്ലാ പോലീസുകാരാണ്, എല്ലാം പോലീസുകാരുടെ ഭാഗത്ത് ഇന്നത്തെ മുഴുവൻ ചെലവുകൾ, ഭക്ഷണത്തിന്റെയും മറ്റു കാര്യങ്ങൾ ഇവർ തന്നെ വണ്ടി ഞങ്ങളുടെ ഹോമിലോട്ട് വിട്ടിട്ട് ഇവർ തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഒരു വണ്ടി ട്രാൻസ്പോർട്ട്. അതെ, ഇവരാണ് ഇന്നത്തെ എല്ലാ ചെലവുകളും. വെൽക്കം. മനസ്സിലായില്ലേ ഇന്ന് മലമ്പുഴ ഉദ്യാനം നിർവഹിച്ച ആ ദൗത്യം എന്തായിരുന്നു എന്ന്?